ഓക്കെ, ഇത് SSC CPO 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ആദ്യം എന്താന്ന് പറഞ്ഞാൽ നോക്കാം. ജൊണാഥൻ ഹാസ് ബോറോഡ് എ സം ഓഫ് മണി 3 years ago. 3 വർഷം മുമ്പ് ജൊണാഥൻ ഒരു എമൗണ്ട് കടം വാങ്ങിച്ചു. 3 വർഷം മുമ്പ് ജൊണാഥൻ ഒരു എമൗണ്ട് കടം വാങ്ങിച്ചു. 10% 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അവൻ 5 വർഷ പീരീഡിലേക്കാണ് ഇത് കടം വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഇവന് തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് 1,61,051 രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഹവർ ദർ ഈസ് നോ പ്രീപേയ്മെന്റ് പെനാൽറ്റി. അതായത് പൈസ നേരത്തെ അടച്ചെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല, പെനാൽറ്റി ഒന്നും ഈടാക്കത്തില്ല. അപ്പോൾ കുറച്ച് ബോണസ് പേയ്മെന്റ് കിട്ടി. ഇത് വെച്ച് ഹി ഡിസൈഡഡ് ടു ക്ലിയർ ദ ഡെപ്റ്റ്. അത് വെച്ച് എന്ത് ചെയ്തു? ഇവൻ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. അതായത് 5 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി. 3 വർഷം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇവൻ ഇത് അടയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. ദെൻ ഹൗ മച്ച് ഡസ് ജോണാഥൻ ഹാവ് ടു ക്ലിയർ ഹിസ് ഡെപ്റ്റ്? എത്ര അടച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഡെപ്റ്റ് തീരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ആദ്യമേ പി കണ്ടുപിടിക്കണം. എന്താണേലും പി കണ്ടുപിടിക്കണം അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% തന്നിട്ടുണ്ട്. നമുക്കറിയാം 10%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്രയാണ്? 1/10. അപ്പോൾ 10% കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 10 രൂപയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇടുകയാണെങ്കിൽ 1 രൂപ ഇൻട്രസ്റ്റും കൂടി ചേർന്നിട്ട് 11 രൂപ എന്ത് കിട്ടും? 1 വർഷം കഴിയുമ്പോൾ കിട്ടും. ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചടക്കുന്നതെങ്കിൽ ഈ ഒരു എമൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ക്യൂബ് എടുത്ത് വെക്കണം. രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ക്യൂബ് എടുത്ത് വെക്കണം. അല്ല, ക്യൂബ് അല്ല, ഫിഫ്ത്ത് പവർ എടുത്ത് വെക്കണം. ഫിഫ്ത്ത് പവർ, കാരണം 5 വർഷം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഈ 11/5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത്. 11/5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11ന്റെ ക്യൂബ് 1331. 1331 കൂടെ 121 മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലേ? 1331 121 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ 1331 ഇൻറ്റു 121 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒറിജിനൽ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ എത്ര എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്? 161,051 എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വാല്യൂ തന്നെയാണ് വരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വാല്യൂ തന്നെയാണ് വരുന്നത്. സോ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ റേഷ്യോയിലെ ഒരു യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഒറിജിനലായിട്ട് 1 രൂപയാണ്. ഒറിജിനലായിട്ട് എന്താണ്? 1 രൂപയാണ്. വെട്ടിപ്പോയിട്ട് 1 രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പി എത്ര കിട്ടും? 10⁵ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. പി എത്ര കിട്ടും? 10⁵ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. 10⁵ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1,5,0. 1,5,0. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അവന് 3 വർഷം കഴിയുമ്പോൾ ഡെപ്റ്റ് ക്ലിയർ ചെയ്യണം. 3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഡെപ്റ്റ് ക്ലിയർ ചെയ്യണം അല്ലേ? 3 വർഷം കഴിയുമ്പോൾ ഡെപ്റ്റ് ക്ലിയർ ചെയ്യും, ബോണസ് കിട്ടിയുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 വർഷം കഴിയുവാണെങ്കിൽ ഈ ഒരു നമ്മുടെ പിന്റെ എന്തെടുത്താൽ മതി? 10/11 അതിൻ്റെ ക്യൂബ് എടുത്താൽ മതി. നേരത്തെ നമ്മൾ ഫിഫ്ത്ത് പവർ എടുത്തു, ഇപ്പം എന്ത് ചെയ്യുന്നു? ക്യൂബ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് കട്ട് ചെയ്ത് പോയിട്ട് ഓക്കെ, ഇതിപ്പോൾ 1,0,0,0,0,0. ഓക്കെ, ഇവിടെയാണെങ്കിലും 1000, ഇവിടെയാണെങ്കിൽ 1331 അല്ലേ? ഈ 3 പൂജ്യം വെട്ടിപ്പോയി. ദെൻ 1331 2 പൂജ്യം. 1331 2 പൂജ്യം. അതായത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്.